ബേക്ക് ഷോപ്പ് ക്രിയേഷൻ. അപ്പം എല്ലാവർക്കും ബേക്ക് ഷോപ്പ് ക്രിയേഷൻ്റെ വക മേരി ക്രിസ്മസ് ഇൻ അഡ്വാൻസ് കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് ക്രിസ്മസ് സ്പെഷ്യലായിട്ടുള്ള ഒരു എപ്പിസോഡാണ്. ആ എപ്പിസോഡിൽ നമ്മൾ ചെയ്യുന്ന യുലി ലോഗ് അഥവാ ട്രീ ട്രോങ്സ് എന്നൊക്കെ പറയും. നമ്മുടെ സദേൺ ലൈഫ് സ്റ്റൈൽ ജീവിക്കുന്ന ആൾക്കാർ, അതായത് യൂറോപ്യൻ സ്റ്റൈലിൽ അവരുടെ ഏറ്റവും ഫേമസ് ആണ് യുലി ലോഗ്. നമ്മൾ ചെയ്യുന്ന യുലി ലോഗാണെന്ന്. അതുപോലെ തന്നെ അത് ജിഞ്ചർ യുലി ലോഗാണ്. അതുപോലെ തന്നെ ഡെക്കറേറ്റ് ചെയ്യുന്ന ക്രിസ്മസി ആയിട്ടുള്ള ഫുള്ളി ക്രിസ്മസി ആണ് കേട്ടോ. അപ്പം എന്താണെങ്കിലും അധികം താമസിക്കാൻ റെസിപ്പിയിലോട്ട് പോകാം. പക്ഷേ ഒരു കാര്യം, നിങ്ങൾ ആരെങ്കിലും ഒരു ലൈക്ക് തരാത്തവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കൂടുതൽ കമൻറ്റും ചെയ്യുക. അപ്പം ഹിയർ ഈസ് റെസിപ്പി. ബേക്ക് ഷോപ്പ്. അപ്പം ജിഞ്ചർ യുള്ളിയിലൊക്കെ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ എപ്പോഴും സ്ക്വയർ ട്രേയിലാണ് ചെയ്യുന്നത്. നമ്മൾ 20x24 ഇഞ്ചുള്ള സ്ക്വയർ ട്രേ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് സ്പോഞ്ച് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ 5 മുട്ട 1.5 ടേബിൾ സ്പൂൺ വാനില എസൻസ് ഇട്ട് നന്നായിട്ട് വിപ്പ് ചെയ്ത് പൊക്ക് ചെയ്തതിന് ശേഷം 1/2 കപ്പ് ഷുഗർ 3 പ്രാവശ്യം ആഡ് ചെയ്ത് നന്നായിട്ട് വിപ്പ് ചെയ്ത് പൊക്കിയെടുക്കുക കേട്ടോ. നന്നായിട്ട് എഗ്ഗ് പൊങ്ങി വന്നതിന് ശേഷം 1/2 കപ്പ് മൈദ, അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ പൗഡർ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ഇട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക. അതിനുശേഷം നന്നായിട്ടത് മിക്സ് ചെയ്യുക കേട്ടോ. ഏറ്റവും അവസാനം 1/4 കപ്പ് ഓയിലും ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ട് ഫോൾഡ് ചെയ്യാം. അതിനുശേഷം ട്രേയിലോട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ഏകദേശം 200 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ ആഡ് ചെയ്യുന്ന 3 കപ്പ് ക്രീമും 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ പൗഡറും ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വിപ്പ് ചെയ്ത് നന്നായിട്ട് പൊക്കിയെടുക്കാം കേട്ടോ. ആദ്യമേ തന്നെ നമ്മുടെ അതായത് ഷീറ്റ് സ്പോഞ്ച് നമുക്കൊന്ന് ലെവൽ ചെയ്തെടുക്കാം. അതിനുശേഷം ചെറുതായിട്ട് ഷുഗർ സിറപ്പ് അടിച്ചിട്ട് അതിൻ്റെ മുകളിലെ ആ ഒട്ടിപ്പിടിക്കുന്ന ഭാഗം നമുക്ക് എടുത്ത് മാറ്റാം. അതിനുശേഷം നമ്മൾ വിപ്പ് ചെയ്ത് വെച്ച ക്രീം നമുക്ക് ഈക്വൽ ലെവലിൽ സ്പ്രെഡ് ചെയ്തെടുക്കാം കേട്ടോ. സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് അങ്ങ് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ റോൾ ചെയ്തെടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ടില്ലേ ഒരു സ്പ്രിങ്കിൾസ്, അത് ക്രിസ്മസ് സ്പ്രിങ്കിൾസ് ആണ്, നമുക്ക് കടകളിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പോൾ സാധാരണ നീളത്തിലുള്ളതാണ്, നമുക്ക് റൗണ്ടാണ് കിട്ടുന്നുള്ളൂ കേട്ടോ. നമുക്ക് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വേറെ ഒന്നുമല്ല, ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും, അതിന് വേണ്ടിയാണ് കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ടൈറ്റ് ചെയ്ത റോള് നമ്മൾ കട്ട് ചെയ്ത് ഒരു ട്രീ ട്രങ്കിൻ്റെ ഒരു തടി കഷ്ണത്തിൻ്റെ ഷേപ്പ് പോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് വിപ്പ് ക്രീം വെച്ച് കവർ ചെയ്യുക. വളരെ സിമ്പിളാണ്. അപ്പം നിങ്ങൾ ഇഷ്ടമുള്ള പ്ലേറ്റിൽ വെച്ചാണ് ഡിസൈൻ ചെയ്യാവുള്ളൂ കേട്ടോ. പ്ലേറ്റ് വെച്ച് ഇനി മൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം നിങ്ങൾ കേക്ക് ബോർഡിലാണെങ്കിൽ കേക്ക് ബോർഡിൽ വെച്ച് തന്നെ ചെയ്യാം. അപ്പം ഇങ്ങനെ ഉണ്ടാക്കുന്നതോടെ ആ റോള്, സ്വിസ് റോൾ പോലത്തെ റോൾ നമുക്ക് 1% പോലും നമ്മുടെ നഷ്ടപ്പെട്ട പോലെ ഫുള്ള് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി നല്ല ഫുള്ളായിട്ട് ക്രീം പൈപ്പ് ചെയ്യുക. അതിൻ്റെ ചെറുതായിട്ട് സ്പാച്ചുല പാലറ്റ് നൈഫ് വെച്ച് ചെറുതായിട്ടൊരു ഡിസൈൻ കൊടുത്താൽ മതി. തടിയുടെ സംഭവം തീർന്നു കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കേണ്ടവർക്ക് ഇത് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം തണുപ്പിക്കാം. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല വിപ്പ് ക്രീം ആയാലും കേട്ടോ. അപ്പോൾ
അപ്പോൾ ഞാൻ ഫോണ്ടൻ്റ് വെച്ചുള്ള ഒരു ചെറിയ 2 ഫ്ലവർ ഉണ്ടാക്കുന്നുണ്ട്. അത് സിമ്പിൾ ഫ്ലവറാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഫോണ്ടൻ്റ് യെല്ലോ കളർ ആഡ് ചെയ്തിട്ട് അതിനെ കളർ മാറ്റിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഫോണ്ടൻ്റ് എങ്ങനെയൊക്കെ കളർ കൊടുക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി ഞാൻ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോയി കാണാം കേട്ടോ. അപ്പം ഇത് നമുക്കൊരു ചെറിയ ഫ്ലവർ പോലെ എടുത്ത് മാറ്റി വെക്കാം. ഇനി കുറേ ചെറിയ ചെറിയ സാധനങ്ങളാണ് നമുക്കിതിന് വേണ്ടി ഉണ്ടാക്കാനുള്ളത് കേട്ടോ. പിന്നെ വൈറ്റ് ഫോണ്ടൻ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങളുടെ മനസ്സിന് എങ്ങനെ തോന്നുന്നു അതുപോലെ അനുസരിച്ച് നിങ്ങൾക്കിത് ഗാർണിഷ് ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പം കോൺഫ്ലോർ ലെവൽ ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ചത് കോൺഫ്ലോർ അല്ല കേട്ടോ, ഫോണ്ടൻ്റ് ലെവൽ ചെയ്യാൻ ഉപയോഗിച്ചത് കോൺഫ്ലോർ ആണ് കേട്ടോ. ഇനി നമ്മളുണ്ടാക്കുന്ന മഷ്റൂമാണ്. സാധാരണ മെറൈൻ മാത്രമാണ് മഷ്റൂം ഉണ്ടാക്കുന്നത്. നമ്മൾ ചോക്ലേറ്റ് വെച്ചാണ് കേട്ടോ. അപ്പോൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തപ്പോൾ ഏറ്റവും ടെമ്പറേച്ചർ കുറച്ച് ഹാർഡാകുന്ന രീതിക്കാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഡോം പോലെ കിട്ടുന്നത് കേട്ടോ. അതിനുശേഷം കുറച്ച് കൊക്കോ പൗഡർ മുകളിൽ ഡസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം റെഡിയായി. ഇനി ഇത് നന്നായിട്ട് സെറ്റായി കഴിയുമ്പോഴത്തേനും നമുക്ക് ഫ്ലിപ്പ് ചെയ്തിട്ട് കുറച്ച് ചോക്ലേറ്റ് മുകളിൽ വെച്ചിട്ട് നമുക്കത് മഷ്റൂം പോലെ ആക്കിയെടുക്കാം കേട്ടോ. ഡെക്കറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ നിങ്ങളോട് പറയും നിങ്ങളുടെ മനസ്സിനനുസരിച്ച് എങ്ങനെ ഒരു തടിക്കഷ്ണം ഇരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ജിഞ്ചർ യൂലിയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാം. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഞാൻ കുറച്ച് കടയിൽ നിന്ന് സ്പ്രിങ്കിൾസൊക്കെ മേടിച്ചായിരുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞായിരുന്നു സ്പ്രിങ്കിൾസൊക്കെ നമ്മൾ കൂടുതലും ഐസമോൾഡ് ഷുഗർ വെച്ചാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയാൽ അത് ശരിയാവില്ല. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യാം പിന്നീട്. അപ്പോൾ നമ്മൾ കുറച്ച് ബെറീസ്, അപ്പം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ക്രാൻബെറീസ് ആണ്. അപ്പം ആ ഉണ്ടാക്കിയ ഫ്ലവറും ആ ഉണ്ടാക്കിയ മഷ്റൂംസും എല്ലാം അതിൻ്റെ മുകളിൽ വെച്ച് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യുക. കുറച്ച് സ്പ്രിങ്കിൾസും ക്രിസ്മസിൻ്റേതായ സ്പ്രിങ്കിൾസ് മേടിക്കാൻ കിട്ടുന്നവരുടെ മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജിഞ്ചർ യുലിലോഗ് റെഡി ആയിട്ട് ക്രിസ്മസിന് ഏറ്റവും നല്ലൊരു ഡിഷായിരിക്കും നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാനും മറ്റുള്ളവർക്ക് കുട്ടികൾക്കൊക്കെ ആകുമ്പോഴേ. അപ്പം നിങ്ങൾ ആരിലും ഒരു ഐഡിയാസ് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയുള്ളത് വരുന്നത് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും കണ്ടില്ലേ, വളരെ സിമ്പിളാണ്. ഇത് കണ്ടാൽ നമുക്ക് ഒരുപാട് ഡിഫിക്കൽട്ട് വഴിയാണ് നമ്മൾ ചെയ്യുന്നതൊക്കെ തോന്നും. പക്ഷേ ഒരു ഡിഫിക്കൽട്ടും ഇല്ല കേട്ടോ. സാധാരണ സ്വിസ് റോൾ ചെയ്യുന്ന പോലെ റോൾ ചെയ്ത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. സോ ഒരുപാട് ക്രീമുകളുടെ ഒന്നും ആവശ്യമില്ല. അത്യാവശ്യം ക്രീമൊക്കെ ഒരു സ്നോയി ക്രിസ്മസി ക്രീമിന് നമ്മൾ കുട്ടികൾക്കൊക്കെ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് എന്ന് പറയാം. ബെസ്റ്റിൽ ബെസ്റ്റാണ് നമ്മുടെ ജിഞ്ചർ യുലിലോഗ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടുതലായിട്ട് നിങ്ങൾക്ക് നല്ല നല്ല പേസ്ട്രീസിനെ കുറിച്ചൊക്കെ അറിയാനുണ്ടെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ റിക്വസ്റ്റുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ആ കമൻറ്റ് ചെയ്യുന്നതിലൂടെയാണ് നമുക്കറിയാൻ പറ്റുന്ന ഏതൊക്കെ കേക്കുകളാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്നുള്ളത്. അതനുസരിച്ചാണ് ഓർഡറിലാണ് നമ്മൾ എല്ലാ വീഡിയോസും ചെയ്യാൻ ശ്രമിക്കുന്നത് കേട്ടോ. അപ്പം താങ്ക് യു ഫോർ ക്രിയേറ്റിംഗ് വിത്ത് മിൻ ദ ബേക്ക് ഷോപ്പ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം സീ യു.